ഹലോ, ഇന്നത്തെ റെസിപ്പി ഓട്സിനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ടെസ്റ്റിമോണിയലിന് വേണ്ടി അയച്ചെന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ അയച്ചുന്ന ഫോട്ടോസിനും വീഡിയോസിനും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും വീഡിയോസും ഫോട്ടോസും എല്ലാം അയച്ചു തരിക, ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക. എന്തെങ്കിലുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഇനി മാറ്റണം അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങളാണ് മുഴുവൻ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്വാക്കറിൻ്റെ വൈറ്റ് ഓട്സ് ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് 2 കപ്പ്, ഞാൻ മെഷർ കപ്പിൽ 2 കപ്പാണ് എടുക്കുന്നത്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്സിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഗോതമ്പ് ഒന്നും കഴിക്കേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി പറയും അധികം ഓട്സ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ കുതിർക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരെ ചൂടുള്ള തേങ്ങാപ്പാൽ 2.5 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ചൂട് എന്ന് പറഞ്ഞാൽ നേരെ ചൂട് മതി. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിൽ ഈസ്റ്റ് ഇടുമ്പം അത് നമുക്ക് ആക്റ്റീവായി കിട്ടില്ല. അപ്പോൾ നല്ല തരം ഈസ്റ്റ് ഉപയോഗിക്കണം. പിന്നെ വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, വെള്ളം കുറഞ്ഞും പോകരുത്. അപ്പം ഞാൻ പറഞ്ഞ അളവ് കറക്റ്റാണ്. അത് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പും പിന്നെ 2.5 കപ്പ് തേങ്ങാപ്പാലും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ സാധാ അപ്പത്തിനൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുക. അതായത് മധുരത്തിൻ്റെ അപ്പമല്ല ഇത്, സാധാ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് ഇടുമ്പോൾ കൂടി പോവണ്ട, കുറച്ച് മതി. ഇതിന് നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പം. പിന്നെ ഈസ്റ്റ് ഉപയോഗിക്കുമ്പം പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. അപ്പം ഒരുപാട് കാലം നന്നായിട്ട് കിട്ടും. എക്സ്പയർ ആയ ഈസ്റ്റൊന്നും ഉപയോഗിക്കരുത്, നന്നായിട്ട് ശരിയാവില്ല നമുക്ക് എന്തുണ്ടാക്കുമ്പോഴായാലും. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഓട്സ് കുതിർത്ത് വെച്ച് അതേ ബൗളിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും, അത് ഓട്സിൻ്റെ ആ ഒരു കൊഴുപ്പാണ്. അപ്പോൾ അത് പ്രശ്നമില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് വേണ്ടത്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോൾസ്, അത് അപ്പം ചുടുമ്പോൾ ഞാൻ പറയാം. ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ ഒരുപാട് സമയം ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 1/2 മുതൽ 2 മണിക്കൂർ വരെ മാക്സിമം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുട്ടെടുക്കുമ്പം പാനിൻ്റെ ചൂടും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കണ്ടില്ലേ, പാൻ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് ഓയിൽ ഒന്നങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂവിൽ കുറച്ച് ഓയിലാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണ്. നിർബന്ധമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒന്ന് തേക്കുന്നത് നല്ലതെന്ന് വെച്ചിട്ട് തേക്കുകയെന്ന് മാത്രം കേട്ടോ. ഇനി 1.5 തവി മാവാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് ഒഴിക്കേണ്ട. പിന്നെ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തല്ല, വെള്ളപ്പത്തിന് ചുറ്റിക്കുന്ന പോലെ ചുറ്റിക്കും വേണ്ട. നമ്മൾ പാൻ കേക്കൊക്കെ പോലെ ഇതിനിങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊരു ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് നല്ല ഹോൾസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് നല്ല ഹോൾസ് വന്നല്ലോ അല്ലേ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം അതിൽ കിടന്ന് അങ്ങനെ കുക്കാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടകം കൊണ്ട് ഇത് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും കയ്യിൽ ഒട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ കുറച്ചൊരു കുഴഞ്ഞ ടൈപ്പാണ്, പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ചെയ്യും. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. ഫസ്റ്റ് ചുടാൻ തുടങ്ങുമ്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെക്കുക. ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണേ, അത് മറന്നു പോകരുത്. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് എടുക്കുന്ന സമയത്ത് തീ കുറച്ചിട്ടുണ്ടാവും. പിന്നെ വീണ്ടും തീ കൂട്ടാനുള്ള കാര്യം മറക്കരുതെന്ന് മാത്രം. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പാൻ കേക്കിൻ്റെ ഒക്കെ അതേ ഒരു രുചിയിലും ഇതിലൊക്കെ വരും. പക്ഷേ നമ്മളെ കേരള ആ ഒരു ടച്ചും ഉണ്ട്. പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പശുവിൻ പാലിലും ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റും നല്ല പെർഫെക്ഷനും തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് എന്തായാലും ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയേണ്ടല്ലോ, നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ അത് ബാക്ക് സൈഡ് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്.